ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മെസ്കാർ ഗേൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. സോ നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രീം ലെവലിൽ നിന്ന് കളിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സും ട്രിക്സ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ഗോൾഡൻ റൂൾസൊക്കെ നമ്മൾ വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത്. സോ മാക്സിമം എല്ലാവരും നിങ്ങൾ പുതിയൊരാളാണ് ഡ്രീം ലെവൽ കളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായി കാണാൻ പോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ചോദിച്ചാൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പ് ചോദിച്ചാൽ എല്ലാ മാച്ചസിൻ്റെ IPL മാച്ചസിൻ്റെ മേജർ എല്ലാ ടീമും നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് നമ്മൾ മാച്ച് തുടങ്ങുന്നത് തൊട്ട് മുമ്പ് നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെയായിട്ട് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ബയോയിലും കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഒരു ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ടീം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും ഡ്രീം ലെവലിൽ. സോ അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നോക്കാൻ നമ്മൾ. സോ അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഡ്രീം ലെവലിൽ. സോ ഡ്രീം ലെവലിനേക്കാൾ അടിപൊളിയായിട്ടൊരു കിഡിലെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ടീം ക്രിയേറ്റ്. സോ നിങ്ങൾ ഇതുവരെയായിട്ട് വിഷ്വൽ എന്നാണ് ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും ഒന്ന് ഡൗൺലോഡ് യൂസ് ചെയ്ത് നോക്കുക. ഒരു കിഡിലെ ആപ്ലിക്കേഷനാണ്. കാരണം ഇതിൽ നിങ്ങൾ ഡ്രീം ലെവലിൽ പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഈ ആപ്ലിക്കേഷനിലുണ്ട്. അതുപോലെ തന്നെ ഡ്രീം ലെവലിൽ 20 ടീം അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് 30 ടീം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ GL 7 രൂപൻ്റെ GL ഉണ്ട്. അതുപോലെ തന്നെ എൻട്രി ഫീസൊക്കെ വളരെ കുറവാണ്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഇവിടെ ചെറിയൊരു എമൗണ്ടിലൊക്കെ നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. 4 രൂപൻ്റെ എൻട്രി ഫീസിലുള്ള കോൺടെസ്റ്റ് അടക്കം ഈ ആപ്ലിക്കേഷനിലുണ്ട്. സോ ഡ്രീം ലെവലിലൊന്നും നമുക്ക് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഇതൊന്നും കിട്ടാറില്ല. അപ്പോൾ മസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് തീർച്ചയായും ട്രൈ ചെയ്യാം. 49 GL ഉണ്ട്. സോ ഇതിൽ 25 ലക്ഷം രൂപയാണ്. സോ അപ്പോൾ ഡ്രീം ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നല്ല ബെറ്റർ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് വിഷ്വൽ ലെവൽ. സോ നിങ്ങൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താണ്, ഇവിടെ കമ്മീഷൻ കുറവാണ് ഡ്രീം ലെവലിനേക്കാളും. അപ്പോൾ മസ്റ്റായി നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എസ്കരാൾസിൻ്റെ കോഡ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് 200 രൂപ കിട്ടുന്നത്. സോ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നതാണ്. മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആപ്പിൽ തന്നെ നമ്മൾ ടീം ക്രിയേറ്റ് ചെയ്യണം. സോ ക്രിയേറ്റ് ഓപ്ഷൻ എടുത്താൽ നമ്മൾ സാധാരണ ഇതുപോലെ വരിക. സോ ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് സെലക്ഷൻ പ്ലേയേഴ്സിന് നല്ല രീതിയിൽ സെലക്ഷനുള്ള പ്ലേയേഴ്സ് കാണാൻ പറ്റും. സെലക്റ്റഡ് ബൈ ഉണ്ട്. സോ ഈ സംഭവം സെലക്ഷൻ ബൈ ഉണ്ട്. ഇതിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് പറഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സിനെ ആദ്യം മസ്റ്റായി പിക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ സഞ്ജു സാംസനെ മസ്റ്റായി പിക്ക് ചെയ്യുക. അങ്ങനെ കുറച്ച് പേര് നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അവന് നിങ്ങൾ മസ്റ്റായി നിങ്ങളുടെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുക. അത് മസ്റ്റാണ്. നിങ്ങൾ ഈ ഒരു 80% 70% എബോവ് പിക്കുള്ള പ്ലേയേഴ്സിനെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. അത് നല്ല പ്ലേയേഴ്സിനെ നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ പ്ലേയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താ നിങ്ങൾക്ക് ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്ലേയേഴ്സ് എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ പ്ലേയേഴ്സ് എടുക്കുന്ന പോയിന്റ്സ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. സോ അങ്ങനെ നിങ്ങളൊരു മാക്സിമം ഒരു 8-7 പ്ലേയേഴ്സിനെ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കുറച്ച് സെലക്ഷൻ കുറഞ്ഞ അത്യാവശ്യം നന്നായി കളിക്കുന്ന ഒരു 30-40 അല്ലെങ്കിൽ അതിൽ താഴെ സെലക്ഷൻസ് ഉള്ള നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ടാവും. സോ ഇതിനൊന്നും ആരും പെട്ടെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ലൈനപ്പ് വരുമ്പോഴൊന്നും സെലക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനെ 3 പേരിനെ നിങ്ങൾ മസ്റ്റായി സെലക്ട് ചെയ്യുക. അത് ഏതിലൊക്കെയാണ് പറഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾ ബോളിങ്ങിലും ഓൾറൗണ്ട് സെക്ഷനിലുള്ള പ്ലേയേഴ്സിനായിരിക്കും ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യണം. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് ഒരു ടീം ഇടുക. സോ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. ഓൾമോസ്റ്റ് നിങ്ങൾ സെലക്ഷൻ കുറഞ്ഞ ഒരു 3 പ്ലെയർ എങ്കിലും നിങ്ങളുടെ ടീമിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് അല്ല നല്ലൊരു പോയിന്റ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ തന്നെ നിങ്ങൾക്ക് GL ഒക്കെ അടിക്കാൻ പറ്റുള്ളൂ. SL കളിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സിനായിട്ട് ഒരു 2-3 പ്ലേയേഴ്സിനെ മാറ്റി ട്രൈ ചെയ്യുന്നത് മാത്രമേ നിങ്ങൾക്ക് ആ കോൺടെസ്റ്റിൽ നല്ല രീതിയിലുള്ള ഒരു ഇത് കിട്ടാൻ പറ്റുള്ളൂ. അതായത് നല്ലൊരു പോയിന്റ്സ് കിട്ടി നിങ്ങൾക്ക് നല്ല വിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ GL ട്രൈ ചെയ്യുന്നതായിട്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കറക്റ്റ് പ്രോപ്പറായിട്ട് എടുത്ത് കുറച്ച് പ്ലേയേഴ്സിനെ ചേഞ്ച് ചെയ്തിട്ട് അതുപോലെ തന്നെ നല്ല പ്ലേയേഴ്സിനെ മാത്രം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ കൊടുക്കുക. സോ ഇത് എടുത്തതിന് ശേഷം ഇതിൽ നിങ്ങൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ മസ്റ്റ് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊടുത്ത ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ നിങ്ങൾ ഏതെങ്കിലും ഒരാളെ കൊടുക്കണം. അതായത് ക്യാപ്റ്റനാണ് വൈസ് ക്യാപ്റ്റനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുത്ത ഏതെങ്കിലും ഒരു പ്ലെയറിന് കൊടുക്കണം. എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ സഞ്ജു സാംസൺ ഒരുപാട് കൊടുത്തതിന് സഞ്ജു സാംസൺ കൊടുത്ത ശേഷം ഇനി ക്യാപ്റ്റൻ കൊടുക്കുകയാണ്. അതായത് ക്യാപ്റ്റൻ കൊടുത്തതിന് പിന്നെ വൈസ് ക്യാപ്റ്റൻ ഉണ്ട്. സോ വൈസ് ക്യാപ്റ്റൻ കൊടുക്കുമ്പോൾ കുറച്ച് സെലക്ഷൻ അത്യാവശ്യം നന്നായി കളിക്കുന്ന ഒരു പ്ലെയറിനെ ഏതെങ്കിലും ഒരു പ്ലെയറിനായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. നടരാജനെ കൊടുക്കാൻ നടരാജനെ ജസ്റ്റ് കൊടുക്കുക. നടരാജനെ കൊടുത്തു. അപ്പോൾ എന്താ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നടരാജൻ നന്നായി കളിച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പോയിന്റ്സ് എടുത്ത് നല്ല ടോപ്പിലോട്ട് പോകും. കാരണം ഇവർ വളരെ കുറച്ച് പേര് നടരാജനെ പിക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ 2 പേര് ഇപ്പോൾ ജയ്സ്വാളിൽ നിങ്ങൾ ഒരേപോലെ ഇട്ടതിന് എന്താ പറയുക, ഈ 2 പേര് എന്തായാലും പോയിന്റ്സ് ഇറങ്ങി ഇതുപോലെ എല്ലാവരും സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു പോയിന്റ്സ് ഇൻക്രീസ്മെന്റ് ഒന്നും നിങ്ങൾക്ക് ഇതിൽ കിട്ടില്ല. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഈ ഒരു മെയിനായിട്ട് ഈ കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ക്യാപ്റ്റനാണ് വൈസ് ക്യാപ്റ്റൻ. അപ്പോൾ നിങ്ങൾ വൈസ് ക്യാപ്റ്റനാണ് ആദ്യം കൊടുക്കുക. ക്യാപ്റ്റൻ ഇതുപോലെ സെലക്ഷൻ കുറഞ്ഞ ഒരു പ്ലെയറിനെ കൊടുക്കുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ടീം ക്രിയേറ്റ് ചെയ്താൽ മതി. സോ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഏത് വീഡിയോസാണ് അടുത്ത് ചെയ്യേണ്ടതെന്നുള്ള റെക്കമെൻഡേഷൻ കമൻറ്റ് ചെയ്താൽ ഒരുപാട് ഉപകാരമായിരിക്കും. സോ മസ്റ്റായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ
നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ വിഷൻ 11 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് തരാൻ തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. ഒരു വലിയ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഡ്രീം ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഒക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇവിടെ ഒരുപാട് രീതിയിൽ എൻട്രി ഫീസ് കുറവാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ഇവിടെ ഗീവ് അവേ ആണ്. ഗീവ് അവേന്റെ കാര്യം പറഞ്ഞതിന് ഓൾമോസ്റ്റ് എല്ലാ മാച്ചസിനും 1 ലക്ഷം to 50,000 രൂപ ആ റേഞ്ചിലുള്ള ഗീവ് അവേസ് ഈ ആപ്ലിക്കേഷനിൽ കിട്ടുന്നുണ്ട്. സോ മസ്റ്റായി നിങ്ങൾ ട്രൈ ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.